ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോടാണ്. അങ്ങ് എന്തിനാണ് ഈ പാവപ്പെട്ടവരെ എങ്ങനെ ആക്ഷേപിക്കുന്നത്? നിങ്ങൾ കൊടുത്ത ഒരു സൗജന്യം അത് അവരാരും ചോദിച്ചു മേടിച്ചതല്ല, നിങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ഈ പാവപ്പെട്ടവർ ഈ ബസ്സിൽ കയറുന്നത്. അതേപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രോഗികൾ പോകുന്നത് അവർക്ക് വലിയ വലിയ ഹോസ്പിറ്റലിൽ കാശ് കൊടുത്ത് ചികിത്സിക്കാനില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സർക്കാർ ഹോസ്പിറ്റലിൽ പോയി തറയിൽ കിടന്നിട്ടാണെങ്കിലും ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. കാശുള്ളവനാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവും. താങ്കളെപ്പോലെയുള്ള കാശുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കും. പക്ഷേ അന്നന്ന് കൂലിവേല ചെയ്ത് ജീവിതം പുലർത്തുന്ന ഒരു മനുഷ്യൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ബസ്സിൽ ഫ്രീ എന്ന് പറഞ്ഞ് ആളിനെ കയറ്റിയിട്ട് ഈ പാവപ്പെട്ടവനെ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഫ്രീ എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഇവർ യാത്ര ചെയ്യാൻ കയറുന്നത്? ഈ പാവപ്പെട്ടവരിങ്ങനെ ഇടിച്ചു കയറുന്നത് 2-10 രൂപ ഫ്രീ കിട്ടുന്നത് അത് അവരെ കുടുംബത്തിലൊരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കാനാണ് അവർ കയറുന്നത്. നിങ്ങൾ കൊടുക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധാ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യും. അതിനൊന്നും ഒരു മാറ്റമില്ല. ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടില്ലേ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ? ഇത്രയും നീചമായ രീതിയിൽ ആക്ഷേപിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു സാർ. നിങ്ങൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കൊടുത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ പാവപ്പെട്ടവനെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറഞ്ഞ് ആക്ഷേപിക്കുന്ന താങ്കളുടെ പ്രസംഗം വളരെ മോശമായി പോയി. എത്രയോ സൗജന്യ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ഈ മൈക്ക് കെട്ടിയിട്ട് ഇങ്ങനെ അവരെ ഇങ്ങനെ ഇടിച്ചു കയറുന്നു, അവർ അത് ചെയ്യുന്നു എന്ന് ഒരാളും വന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർ സാധാ മുമ്പൊക്കെ യാത്ര ചെയ്താണൊക്കെ യാത്ര ചെയ്യും. ഹോസ്പിറ്റലിൽ കിടക്കുന്നത് തറയിൽ കിടക്കുന്നെങ്കിൽ അത് കിടക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ താങ്കളുടെ സർക്കാരുകൾ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പാവപ്പെട്ട രോഗികൾ തറയിൽ കിടന്നാൽ അവർക്ക് ചികിത്സ കിട്ടിയാൽ മതി. എങ്ങനെയും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള പണം വേണ്ടേ? ഉണ്ടെങ്കിൽ അവർ പോവും. ഇല്ല, അപ്പോൾ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ വിട്ടിട്ട് സർക്കാർ ഹോസ്പിറ്റലിൽ തിണ്ണയിലാണെങ്കിലും കിടന്നിട്ട് അവർ ട്രീറ്റ്മെന്റിന് നോക്കും. വളരെ മോശമായി പോയി സാറേ. അങ്ങനെ അങ്ങേപ്പോലുള്ളൊരു ബുദ്ധിജീവി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അങ്ങ് ഉപയോഗിച്ചത്. വളരെ മോശമെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്.